ഉണ്ണിയപ്പോ എടാ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഇലയപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ വെച്ചിട്ടുള്ളതല്ല. നല്ല ഇതായിരിക്കും, നല്ല ബിരിയാണി ആയിരിക്കും. പിടിച്ചോ പൊരിച്ചിട്ട് നമുക്ക് അറിയിക്കാം, അതേ കൊള്ളാവും. വാഴയാണെങ്കിൽ ഇതാ നിൽക്കുന്നത്. കിഴങ്ങാണ് വീഡിയോ എടുക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ പഠിച്ചിട്ട് വന്നു ഗൈസ്. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. അതിനുള്ളിൽ എൻ്റെ വിശപ്പുത്തി ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഈ സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. ഇത് കഴിക്കുന്ന കാണാൻ നോക്കിയിരിക്കണല്ലേ, ബിരിയാണി ഉണ്ടാക്കുന്ന കാണാൻ പോവാം. നോക്കട്ടെ. ഗൈസ്, ഇവിടെ ലൈലാമ്മ ബിരിയാണി ഉണ്ടാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനർഘ നിർഘള നിമിഷത്തിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ കാണാനും കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കറിവേപ്പിലയൊക്കെ വീട്ടിൻ്റെ അകത്ത് നട്ടുപിടിപ്പിച്ചാൽ പോരെ, അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമില്ല. ഗായ്സ്, ഇത് ഉള്ളിത്തൊലിയാണ്. ഈ ഉള്ളിത്തൊലി ഞാൻ കൊണ്ട് ചെടിയിലിടും. ചെടിയിലിട്ട് ചെടി വലുതായ അതിൽ പൂ മുളയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. പൊരിച്ചിട്ട് നമുക്ക് അറിയിക്കാം, അതേ കൊള്ളാവും. അപ്പം നമ്മളെ ലൈലാമാണ് എല്ലാം ഉണ്ടാക്കുന്നത് അല്ലേ? നല്ല ഇതായിരിക്കും, നല്ല ബിരിയാണി ആയിരിക്കും. ആയിരിക്കും. നമ്മള് വാഴയിലാണ് പേരിലാണ്. അപ്പം വാഴയില വെട്ടണമെന്നാണ് ലൈലാമ്മ പറയുന്നത്. അപ്പൊ ലൈലാമ്മക്ക് അനുസരിച്ച് ഞാൻ വാഴയില വെട്ടാൻ പോകും. അപ്പൊ വാഴയില കാണാത്തവർക്ക് ഞാനൊരു വാഴയില കാണിച്ചു. വാഴയാണെങ്കിൽ ഇതാ നിൽക്കുന്നത്. കിഴങ്ങാണ് വീഡിയോ എടുക്കുന്നത്. പോയി ഇറങ്ങിപ്പോ. പിടിച്ചോ. എടാ വലിച്ചൊടിക്കാതിരി, അറ്റത്തുനിന്ന് അടിച്ച് പൊടി കൊണ്ടുപോവാ. തറയിടല്ലേ, പൊക്കി കൊണ്ടുപോവാ. ആ വെട്ടിക്കോ, ചാടി പിടിയിടാ അങ്ങോട്ട്. കുറച്ചുകൂടെ താഴ്ത്ത് കീറോ അത്. ആ കറക്റ്റ് മതി മതി, ഇങ്ങോട്ട് വാ. ഇനി എന്തോന്ന് ചെയ്യാൻ പോണു? ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ചോറ് ബിരിയാണി റൈസ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളിപ്പോ വന്നതല്ലേ ഉള്ളു, മക്കൾ ഇളക്കി വയ്യ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഇളക്കി ഇളക്കി, നിനക്ക് ആരോഗ്യം ഉണ്ടാകും നോക്കട്ടെ. ആരോഗ്യമൊക്കെ ഉണ്ട്. പിന്നെ നീ ഇളക്കി ഇളക്കോക്കളെ, അത് ഭയങ്കര ബലം വേണം. ഉപ്പുണ്ടാ നോക്ക്. ഉപ്പൊക്കെ ഉണ്ട്, കണ്ടറിയാം. ഉപ്പുണ്ടാ നോക്കാദ്യം. ആ കണ്ടറിയാം. അതുമില്ല, നല്ല ഉപ്പുണ്ടാ നോക്കാൻ പറയുമ്പോഴേ കണ്ടാലറിയാം. അതെങ്ങനെയാ കണ്ടറിയാൻ പറ്റുന്ന? കഴിവ് കാണും, കഴിവ് കാണും. ഉപ്പുണ്ടാ നോക്കാം, ഉപ്പുണ്ടാന്നറിയാൻ. അത് ശരി, നമ്മൾ ആദ്യമായിട്ട് ഉപ്പുണ്ടാ നോക്കാനേ കഴിവ് തോന്നുന്നു.
ഏകദേശം ആയെന്ന് തോന്നുന്നു. ഗൈസ് ബിരിയാണിയിൽ എത്ര പേർക്ക് മുട്ട ഇട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട്? എന്തോ പറയാൻ പറഞ്ഞത്, എന്തോ വലിയൊരു കാര്യം. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് മുട്ട അതിലിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മുട്ട ഉരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതൊരു മുട്ട ഉരിക്കുന്നതിന്റെ റിവ്യൂ ആണ്. അപ്പൊ അടുത്ത പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സലാഡിന് വേണ്ടി ഉള്ളി ഇരിക്കണം. അപ്പം സലാഡിന് വേണ്ടി ഉള്ളി ഇരിക്കാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു പിച്ചാത്തിയാണ് എടുത്തത്. ഉള്ളി ഉരിക്കല്ല ചെയ്യുന്നത്, ഉള്ളി അരിയാണ്. ഓ പിന്നെ മര്യാദക്ക് നേരെ അരിയിടാം. ഉള്ളി ഓപ്പറേഷൻ ചെയ്യുന്ന പിന്നറിയാ ഗൈസ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ആകെ ഒരു പണി എന്ന് പറയുന്നത് ദം ഇടാനാണ്. ദം ഇടുന്നത് കാണാത്തവർ ഇപ്പോൾ കണ്ടോളൂ. ചോറ് കുറച്ച് വെച്ചു. ബിരിയാണി വേണോ? നിനക്ക് ബിരിയാണി വേണോ? ബിരിയാണി വേണോ? ബിരിയാണി ഗൈസ് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ഒരു ടെസ്റ്റേ നമുക്ക് ചെയ്യാനുള്ളത്, ഇത് കഴിക്കണം. അപ്പം കമോൺ നമുക്കിത് കഴിക്കാം. ഗൈസ് സാധാരണ ബിരിയാണി പ്ലേറ്റിലൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ട് വാഴയില വെട്ടി അതിൻ്റെ അകത്ത് ബിരിയാണി വെച്ച് കഴിക്കുന്നത്. അപ്പം ഈ കോംബോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ, ഒന്നും കൂടെ കണ്ടു. ഗൈസ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഇത് ഞാനും എൻ്റെ ഉമ്മായി ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇത് ലൈലാമ്മ മാത്രമായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് ലൈലാമ്മയുടെ ബിരിയാണിയാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൊള്ളാമോ? അപ്പൊ ലൈലാമ്മയുടെ ബിരിയാണി നല്ല ജഗജില്ലി ബിരിയാണി ആയിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഉമ്മാക്കാരുമ്പോ ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചു. എങ്ങനെ? യൂട്യൂബ് റേഡിയോ എന്തോന്ന് അറിഞ്ഞൂടാത്ത നടന്ന ആളാണ്. ഒരു ടാബ് കിട്ടിയപ്പം ഗൂഗിൾ വരെ എടുക്കും. നല്ല വെന്ത ചൂട് ചിക്കൻ.
അല്ല ഈ വീഡിയോ പിടിക്കാൻ തന്ന ഞാൻ യു നീഡ് ടു ടേക്ക് ദ വീഡിയോ. ഗായ്സ്, അപ്പൊ പുറത്ത് നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇലയപ്പത്തിലോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇലയപ്പം ഉണ്ടാക്കുന്നതാണ്. കമോ, എവിടെ പോണ്? ഇലയപ്പം തിന്നാനൊരു കള്ളം വന്നപ്പോണ്ട്. ചക്ക വെച്ചിട്ടുള്ള ഇലയപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, തേങ്ങ വെച്ചിട്ടുള്ളതല്ല. അപ്പൊ ഇതിന്റെ കൂടെ, ചക്കയുടെ കൂടെ നമ്മൾ എന്ത് തിന്നാ? തേങ്ങ. ഇതും തേങ്ങയും കൂടെ ചേർത്ത ഒരു ഇലയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തോന്ന് എള്ളുണ്ടേ? എള്ളുണ്ടല്ല, ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പോ? എടാ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് പരത്തുന്നത്. ഉണ്ണിയപ്പം, എന്നെ പറ്റിക്കല്ലേ കേട്ടാ. ഇത് ഉണ്ണിയപ്പം. അടുത്തങ്ങോട്ട് പിന്നീടേ എല്ലാം അറിയാവോ? വാരി ഇങ്ങോട്ട് പോയി പറക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെയല്ല. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങനെ പോയി ട്യൂട്ടോറിയൽ. ഇത് വെറും സ്കൂളിലെ പഠിത്തം മാത്രമല്ല, ഹോം സ്കൂളിംഗും ഉണ്ട്. ഹോം സ്കൂളിംഗ് അല്ലല്ലേ കുക്കിംഗ് ക്ലാസ്. അയ്യോ, അതെന്തോന്നു? എടാ, അത് ഇതേ പാച്ച് ഇട്ടീര്. ആ ഹോള് മാറ്റണം. ഹോള് മാറ്റ്. ഇതിന്ന് കുറച്ച് ഉണ്ട എടുത്ത് അതിലോട്ട് ഹോള് മാറ്റടാ. ഉമ്മ കുത്തി തോണ്ടിട്ട് ഹോളെല്ലാം അടയ്ക്കണമെന്ന് ഞാൻ ചെയ്ത രീതി പറയണം. ഹോളാടാ. നല്ല നടക്കോ? എടാ, കുറച്ച് മതി. ഇനി തികയത്തില്ല. എന്ത് സീരിയസ് ആയിട്ടിരിക്കുന്ന? എവിടെയോ ഓട്ട വീണ തന്നെ അറയും എടുത്തിട്ട്. എന്തോ നീന്ന എങ്ങനെ ഓടിച്ച അതിലോട്ട് പോയി. അതിലോട്ട് പോയി. സക്സസ്ഫുള്ളി ഞാൻ ഇത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എവിടെ കമ്മ? ഞാൻ ബാത്റൂമിൽ പോകുന്നു. പറ്റൂല, ഇങ്ങോട്ട് വാ. കമാൻ പോവാ. കമാൻ പറഞ്ഞ് ഞാനൊന്നും പോട്ടാ. റംബൂട്ടാൻ പിന്നെ തിന്നാം. എടാ, അത് പിന്നെ തിന്നേടാ. ആദ്യം തീറ്റ തളരാതിരിക്കാനേ ഒരു റംബൂട്ടാൻ ആവശ്യമാണ്. തിന്നണ്ടേ? ഗായ്സ്, അപ്പൊ ഞാൻ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്ത് കാണാം. ഒരുപാട് മഴ. സോ മച്ച്. 5 മണിയായപ്പോ വെളിയിൽ ഇറങ്ങി കളിക്കാന്ന് വിചാരിച്ച ഞാൻ കാണുന്നത് ഘോരമായ മഴയാണ്. കളകളാരം 5 മണി ആകുമ്പോ കളിക്കാനല്ല 5 മണിക്കൂർ പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 5 മണിക്കൂർ പഠിക്കുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? 5 മണിക്കൂർ പഠിച്ചാൽ നമ്മളുടെ സ്റ്റൊമക് ഇൻഡസ്ട്രീനെ തകരാൻ പറ്റും. നമ്മളുടെ ബോഡി ഡെൻസിറ്റി കുറയുകയും ചെയ്യും. ഞാൻ കണ്ടു ചായ മാറി. നീ പോയി നീ കഴിക്കാൻ വിളിക്കാൻ പോയി പഠി. വിളിക്കാനേ ക്യാമറമാൻ ഇനി എന്റെ ക്യാമറ ഇങ്ങനെ തരും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഒരു പണിയാവുള്ളൂ. അതെന്തോന്നാണ് കഴിക്കണം. ഇരി എവിടെ മൂടുപോയി സ്ക്രീൻ കട്ട്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇലയപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ഒരു പണി എന്ന് പറയുമ്പം ഇത് കൊള്ളാവോ എന്ന് ടെസ്റ്റ് ചെയ്യണം. കൊള്ളാവോ?
പക്ഷെ അപ്പൊ ഇത് ഞാനാണ് ചപ്പിച്ചത്. പക്ഷെ ഇതിന്റെ ഞാൻ ചപ്പിച്ചത് പരത്തിയത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ലൈലാമാണ് ചെയ്തത്. അല്ല, ഞാൻ ഉമ്മാണ് ചെയ്തത്. അപ്പൊ ഉമ്മാണ് ചെയ്തത്. അല്ല ഞാൻ അത് ഇതിനകത്ത് മറ്റേ ചക്ക, പഴുത്ത ചക്കയും വാഴച്ചക്കയും കൂഴച്ചക്കയും അല്ല മറ്റേ വരിക്കച്ചക്കയും തേങ്ങയും ഇത് തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഇടിയപ്പോ ഇലയപ്പമല്ല. ഓക്കെ, മറ്റേതിന്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നോർമൽ ഉണ്ടല്ലോ, ഇത് സൂപ്പർ. മറ്റേ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് നല്ലത്. അപ്പൊ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഉമ്മാക്കാണ് തിരിച്ചറിയാൻ. അല്ല, ഇത് തുറന്നാണ്, ഞാൻ കാണിച്ചു കൊടുക്കാം. വിട്ടാണ് മറ്റാണ് ചക്കയാണ് കൈ മാറ്റിയാണ്. ശരിക്കും ഇതാണ് നല്ലത്. പേഴ്സണലി എനിക്ക് ഇത് നമ്മളെ നോർമലിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. നോർമൽ പറഞ്ഞത് ശർക്കര വെക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാറ് അല്ലേ? പക്ഷെ ഇതാണ് നല്ലത്. കൊള്ളാം, കഴിക്കാൻ പറ്റൂല. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ്. മറ്റേത് ഭയങ്കര മധുരമല്ലേ ഇതിന്. എനിക്ക് തോന്നുന്നു ഓവർ മധുരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത. എനിക്ക് മധുരം ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് തിന്നുന്നില്ല. കണ്ണുണമയ്യാത്ത തിന്നു. അപ്പൊ ചുമ്മാ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ശരിയാണ്.